നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കേരളത്തിലെ BSc നഴ്സിംഗിന് LBS, AIMS, FNCക്ക്, PNC, MAC, CPAS തുടങ്ങിയ അസോസിയേഷനുകൾ വഴി സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോ. ഇപ്പോൾ LBSന്റെ 6 അലോട്ട്മെന്റുകളാണ് നടന്നത്. അതിൽ SC/ST കാറ്റഗറിക്ക് വേണ്ടിയുള്ള ഒരു സ്പോട്ട് അലോട്ട്മെന്റും നടന്നിട്ടുണ്ട്. ഒക്ടോബർ 14 തീയതി NRI കോട്ട സീറ്റിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ട്. ഒക്ടോബർ 21 SC/ST കാറ്റഗറിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്നതാണ്. SC/ST കാറ്റഗറിയുടെ ആദ്യം നടന്ന സ്പോട്ട് അലോട്ട്മെന്റിൽ 10 സീറ്റുകൾ മാത്രമാണ് ടോട്ടലായിട്ട് ഉണ്ടായിരുന്നത്. ഇതുപോലെ വളരെ കുറച്ച് സീറ്റുകൾ മാത്രം വരുന്നത് കൊണ്ടാണ് SC/ST കാറ്റഗറിക്ക് മാത്രമായിട്ട് സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത്. ജനറൽ വിഭാഗത്തിനുള്ള, അതായത് എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് വേണ്ടി ജനറൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ് നടക്കുന്നത്. ജനറൽ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തി അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. LBSന്റെ ജനറൽ സ്പെഷ്യൽ അലോട്ട്മെന്റിന് ശേഷവും SC/ST സ്പോട്ട് അലോട്ട്മെന്റിന് ശേഷവും സീറ്റുകൾ വേക്കൻസി വന്നാൽ തുടർന്നും അലോട്ട്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. AIMS, FNCയുടെ 7ാമത്തെ അലോട്ട്മെന്റ് ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 7ാമത്തെ അലോട്ട്മെന്റിന് ശേഷവും കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യാതെ വന്നാൽ ആ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി മോപ്പപ്പ് റൗണ്ട്, അതായത് സ്പോട്ട് അലോട്ട്മെന്റ് ആണ് നടത്തുന്നത്. AIMS, FNCയുടെ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും AIMS, FNCയുടെ വെബ്സൈറ്റിലൂടെ തന്നെ അതിന്റെ ഡേറ്റും സമയവും അറിയിക്കുന്നതാണ്. സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്ന ഡേറ്റിൽ അതിൽ പറയുന്ന സമയത്ത് അതിൽ പറയുന്ന സ്ഥലത്ത് എത്തിയാണ് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടത്. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളും കൊണ്ടുപോകണം. മുൻപ് നടന്ന അലോട്ട്മെന്റുകൾ വഴി ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കും അതുപോലെ അലോട്ട്മെന്റ് ലഭിച്ചതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്കും സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. മുൻ വർഷങ്ങളിലൊന്നും CPASന്റെ സ്പോട്ട് അലോട്ട്മെന്റ് നടത്തിയിട്ടില്ല. CPASലെ എല്ലാ സീറ്റുകളും കൗൺസിലിംഗ് വഴി തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. PNC, MAKയുടെ 4ാമത്തെ അലോട്ട്മെന്റ് വരെയാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 2023 PNC, MAKയിൽ 6 അലോട്ട്മെന്റുകൾ വരെ ഉണ്ടായിരുന്നു. 4ാമത്തെ അലോട്ട്മെന്റിന് ശേഷം കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യാതെ വന്നാൽ തുടർന്നും അലോട്ട്മെന്റുകൾ നടത്തുന്നതാണ്. PNC, MAKയിലും മുൻ വർഷങ്ങളിലൊന്നും സ്പോട്ട് അലോട്ട്മെന്റ് നടത്തിയിട്ടില്ല. ഓൺലൈനായിട്ടുള്ള അലോട്ട്മെന്റുകൾ നടത്തി തന്നെയാണ് സീറ്റുകൾ മുഴുവനും ഫില്ല് ചെയ്യുന്നത്. PNC, MAK വഴി ഒരു കോളേജ് ലഭിക്കുമ്പോൾ അത് താല്പര്യമില്ലാത്തതാണ് എങ്കിൽ, അവിടെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് PNC, MAKയിൽ കോൺടാക്ട് ചെയ്താൽ അറിയാൻ സാധിക്കും. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഓരോ അസോസിയേഷന്റെയും ഹെൽപ്പ് ലൈൻ നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് കുട്ടികൾ LBSന്റെ സ്പെഷ്യൽ ജനറൽ അലോട്ട്മെന്റിൽ പങ്കെടുത്തപ്പോൾ NRI ഡോക്യുമെന്റ്സുകൾ ഇല്ലാത്ത കുട്ടികളും NRI സീറ്റുകൾ ഉള്ള കോളേജുകൾ ഓപ്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ NRI സീറ്റുകൾ ലഭിച്ചിട്ടുള്ള കുട്ടികൾക്ക് NRI ഡോക്യുമെന്റ്സുകൾ ഇല്ല എങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നും അവർക്ക് ലഭിച്ചിട്ടുള്ള കോളേജ് നഷ്ടപ്പെടുമെന്നും LBSന്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. LBSന്റെ ജനറൽ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. SC/ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് LBSൽ സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രം ഉള്ളതുകൊണ്ടാണ് SC/ST കാറ്റഗറിക്ക് വേണ്ടി മാത്രമായിട്ട് സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത്. മറ്റ് വിഭാഗത്തിൽ ഒരുപാട് സീറ്റുകൾ വേക്കൻസി വരുന്നത് കൊണ്ടാണ് സ്പോട്ട് അലോട്ട്മെന്റ് നടത്താതെ ഓൺലൈനായിട്ടുള്ള അലോട്ട്മെന്റ് നടത്തുന്നത്. ഓൺലൈനായിട്ടുള്ള അലോട്ട്മെന്റ് നടത്തിയാലും സ്പോട്ട് അലോട്ട്മെന്റ് നടത്തിയാലും റാങ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. LBSന്റെ 14 തീയതി നടക്കുന്ന NRI സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടി LBSന്റെ ഏതെങ്കിലും ഒരു ഫെസിലിറ്റേഷൻ സെന്ററിൽ നേരിട്ട് എത്തണം. NRI സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് നിർബന്ധമായിട്ടും NRI ഡോക്യുമെന്റ്സുകൾ കൈവശം ഉള്ളവർ ആയിരിക്കണം. NRI അലോട്ട്മെന്റ് ലഭിച്ചതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് NRI ഡോക്യുമെന്റ്സുകൾ ഒറിജിനൽ കോളേജിൽ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ കോളേജ് നഷ്ടപ്പെടുന്നതും തുടർന്നുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതുമല്ല. PNC, MAKയുടെയും CPASന്റെയും സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതല്ല. LBSന്റെയും AIMS, FNCയുടെയും മാത്രമാണ് സ്പോട്ട് അലോട്ട്മെന്റുകൾ നടത്തുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.